വെൽക്കം. തഹ്മാനാണ്. റെസ്പിറേറ്ററി സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലങ്സിനെ കുറിച്ചിട്ടാണ്. ലങ്സ് ഈസ് അവർ ലങ്സ് ആൻഡ് ബ്രോങ്കിൽട്രി, ദെൻ ട്രക്കിയോബ്രോങ്കിൽട്രിയെ കുറിച്ചിട്ടാണ് പറയാ. പക്ഷേ നമ്മളപ്പോൾ അതിന്റെ കൂടെ തന്നെ ആൽവിയോളയെ കുറിച്ചിട്ടും സർഫാക്ടന്റിനെ കുറിച്ചിട്ടും പറഞ്ഞു പോകും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്ര എത്തുമ്പോഴത്തേക്കും ട്രക്കിയ ഡിവൈഡ്സ് ഇൻടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ഓരോ ഡിവിഷൻ. ആൻഡ് നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആദ്യം ലങ്സിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു പോകാം. സോ വാട്ട് ഈസ് ലങ്സ്? ലങ്സ് മീൻസ് ലൈറ്റ് വെയ്റ്റ്സ് എന്നാണ് ലിറ്ററലി ലങ്സ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. ലൈറ്റ് വെയ്റ്റ്സ്. ലങ്സ് ഇരിക്കുന്നത് തൊറാസിക് കാവിറ്റിയിലാണ് ലങ്സ് ഇരിക്കുന്നത്. ആൻഡ് ലങ്സ് കോൺ ഷേപ്ഡ് ആണ്. ഇതാണ് ലങ്സ്. സോ ദിസ് ഈസ് കോൺ ഷേപ്പ്, ഒരു കോൺ ഷേപ്പ് ആണ്. ആൻഡ് മുകൾ ഭാഗം നാരോ ആണ്. ആൻഡ് ദിസ് ഈസ് ദ അപ്പെക്സ്. സോ കോൺ ഭാഗമാണ് അപ്പെക്സ് ഓഫ് ദ ലങ്. ആൻഡ് ഇൻഫീരിയർ പുറകുവശം അടിവശം ദിസ് ഭാഗം കുറച്ച് കോൺകേവ് ആണ്. ഒരു കോൺകേവ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ബേസ് ആൻഡ് ദിസ് ഈസ് ദ ബ്രോഡ് ബേസ്. സോ നാരോ അപ്പെക്സ് ആൻഡ് ബ്രോഡ് ബേസ്. ആൻഡ് ദിസ് ഈസ് അബവ് ദ ഡയഫ്രം. സോ ഈ മഞ്ഞ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് ഡയഫ്രം ആണ്. ഡയഫ്രത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു ലങ്സ്, പെയർഡ് ആണ്. സോ റൈറ്റ് ലങ് ഉണ്ട്, ലെഫ്റ്റ് ലങ്. ഈ ഇടതുവശത്തെ ലങ്സിന്റെ ഇവിടെ ബിക്കോസ് ഓഫ് ദിസ് ഹൃദയം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് there is a notch called as cardiac notch. Cardiac notch എന്ന് വെച്ചാൽ ഒരു ഇൻഡന്റേഷൻ ആണ്, ഹൃദയം ഇരിക്കുന്നത് കൊണ്ടുള്ള ഒരു പാട്. ആൻഡ് മറ്റ് ഓർഗൻസ് പോലെ ഇവിടെ ലങ്സിനും ഒരു ഹൈലം ഉണ്ട്. ഈ ഏരിയയിലൊക്കെ ആയിട്ട് ഹൈലം നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ പടത്തിൽ കാണാൻ പറ്റില്ല. ഹൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓർഗൻസും വരുന്ന ഭാഗമാണ്. ഇപ്പൊ ഇത് ലങ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഹൈലം ഉണ്ട്. ബ്ലഡ് വെസൽസ് വരുന്നു, ബ്രോങ്കൈ വരുന്നു, ബ്ലഡ് വെസൽസ് പോകുന്നു, നെർവുകൾ വരുന്നു, എല്ലാം കൂടി ചേർന്ന ഭാഗമാണ് ഹൈലം. ആൻഡ് ഇതെല്ലാം കൂടി ചേർന്ന ഭാഗത്തിന് നമ്മൾ റൂട്ട് എന്നാണ് വിളിക്കുന്നത്. ദെൻ ലങ്സിന് 3 സർഫസ് ഉണ്ട്. 3 സർഫസ് എന്ന് വെച്ചാൽ റിബ്സിനെ അഗൈൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സർഫസിനെ നമ്മൾ കോസ്റ്റൽ സർഫസ് എന്നാണ് വിളിക്കുക. കോസ്റ്റൽ, COASTAL. കോസ്റ്റൽ മീൻസ് സംതിങ് അബൌട്ട് റിബ്സ്. കോസ്റ്റൽ സർഫസ് എന്ന് വിളിക്കും. ദെൻ ദർ ഇസ് എ മീഡിയൽ സർഫസ് ഉണ്ട്. ദെൻ താഴെ ഇവിടെ ഉള്ളതിനെ ഡയഫ്രമാറ്റിക് സർഫസ് ബിക്കോസ് ഇറ്റ്സ് അഗൈൻസ്റ്റ് ഡയഫ്രം. ഡയഫ്രമാറ്റിക് സർഫസ് എന്ന് വിളിക്കും. ദെൻ ലങ്സിനെ ഇങ്ങനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. സോ ഒരു ഡബിൾ ലെയർ മെംബ്രെയിൻ ആണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് പ്ലൂറൽ മെംബ്രെയിൻ. സോ പ്ലൂറൽ മെംബ്രെയിൻ എന്നാണ് അതിന് പറയാ. ആൻഡ് സാധാരണ അതിന്റെ ഏറ്റവും പുറത്തുള്ള ലെയറിനെ നമ്മൾ എപ്പോഴും പരൈറ്റൽ എന്നായിരിക്കും വിളിക്കുക. അകത്തുള്ളതിനെ നമ്മൾ എപ്പോഴും വിളിക്കുക വിസറൽ. ഹൃദയമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുക, അല്ലെങ്കിൽ മറ്റ് ഓർഗൻസ് ഒക്കെ പഠിക്കുമ്പോൾ. ആൻഡ് ഇതിനിടയിലുള്ള സ്പേസിനെ നമ്മൾ പ്ലൂറൽ കാവിറ്റി എന്നാണ് പറയാ. സോ ഈ കാവിറ്റിക്കകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. സോ ഇറ്റ്സ് കോൾഡ് ആസ് ദ പ്ലൂറൽ ഫ്ലൂയിഡ്. ആൻഡ് ദിസ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻറ്റെയിൻസ് ആൻഡ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ബ്രീതിങ്. സോ ഇതൊക്കെയാണ് ഇവയുടെ ഫംഗ്ഷൻ. ഓരോ ലങ്സും ഒറ്റ ഒരു സ്ട്രക്ചർ അല്ല. ആൻഡ് ഇറ്റ് ഈസ് മേഡ് ഓഫ് ലോബ്സ്. സോ ലങ്സ് ഹാസ് ലോബ്സ്. സോ ബിക്കോസ് ഓഫ് ദിസ് ഫിഷർ, ഇതിനാണ് നമ്മൾ ഒബ്ലിക് ഫിഷർ എന്നാണ് വിളിക്കുക. ഒബ്ലിക് ഫിഷർ അത് ഇവിടെയുണ്ട്. ഇവിടെയുണ്ട് ഒബ്ലിക് ഫിഷർ റൈറ്റ് ലങ്ങിലും ലെഫ്റ്റ് ലങ്ങിലും. സോ ദർ ഇസ് ആൻ സുപ്പീരിയർ ലോബ് ഉണ്ട്, ഒരു ഇൻഫീരിയർ ലോബ്. ഇവിടെ ഇത് സുപ്പീരിയർ ആണ്, ഇത് ഇൻഫീരിയർ. ആൻഡ് ഇൻ ദ റൈറ്റ് ലങ്ങിൽ ഈ ഒബ്ലിക് ഫിഷർ അല്ലാതെ മറ്റൊരു ഫിഷർ കൂടിയുണ്ട്. ആ ഫിഷറിന്റെ പേര് ഹൊറിസോണ്ടൽ ഫിഷർ എന്നാണ്. ഹൊറിസോണ്ടൽ ഫിഷർ കൂടിയുണ്ട്. സോ ഹൊറിസോണ്ടൽ ഫിഷർ ഉള്ളത് കൊണ്ട് സോ ഒരു മിഡിൽ ആൻഡ് ഇൻഫീരിയർ ലോബ് കൂടി രൂപപ്പെടും. സോ ഇറ്റ്സ് എ മിഡിൽ ആൻഡ് ഇൻഫീരിയർ ലോബ്. സോ റൈറ്റ് ലങ്ങിന് 3 ലോബുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ലെഫ്റ്റ് ലങ്ങിന് 2 ലോബുകളേ ഉള്ളൂ. ആൻഡ് റൈറ്റ് ലങ് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷോർട്ടർ ആണ്, ബ്രോഡർ ആണ്, തിക്കർ ആണ്. സോ ഷോർട്ടർ, ബ്രോഡർ ആൻഡ് തിക്കർ. ലെഫ്റ്റ് ലങ് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് ലങ് റൈറ്റ് ലങ്ങിനേക്കാൾ ഒരു 10%, 10% സ്മോൾ ആണ്. സോ ദിസ് ഈസ് സ്മോൾ ആൻഡ് ദിസ് ഈസ് കമ്പാരിറ്റീവ്ലി. ഇനി നമുക്ക് ബ്രോങ്കയിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു ട്രക്കിയ ഇവിടെ വരുന്നു. ഇതാണ് ട്രക്കിയ ഇവിടെ വന്നിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ഇൻറ്റു പ്രൈമറി ബ്രോങ്കൈ. ഇങ്ങോട്ടേക്ക് വന്നു പ്രൈമറി ബ്രോങ്കൈ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ് ഡിവൈഡ്സ് ഇൻറ്റു സെക്കൻഡറി ബ്രോങ്കൈ. സെക്കൻഡറി ബ്രോങ്കൈ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരെണ്ണം ഈ ലോബിലേക്ക് പോകണം, ഒരെണ്ണം ഈ ലോബിലേക്ക് പോകണം, ഒരെണ്ണം ഈ ലോബിലേക്ക് പോകും. സോ ഹിയർ ദ ഡിവിഷൻ ഈസ് ഇൻറ്റു 3 ലോബാറായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ബ്രോങ്കൈ ആയിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും വേണ്ട. ഒരെണ്ണം ഇവിടെ പോകണം, ഒരെണ്ണം ഇവിടെ പോകണം. സോ അതാണ് ഒരു വ്യത്യാസം. ഇവിടെ 3 ആവുന്നുണ്ട്, പക്ഷെ ഇവിടെ 2 ആകുന്നുള്ളൂ. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 23 തവണ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവസാനമാണ് ആൽവിയോളൈ ആകുന്നത്.
സോ ഇതിപ്പോ ട്രക്കിയ ആണെങ്കിൽ ട്രക്കിയ ഡിവൈഡ്സ് ഇൻറ്റു 2, ഒന്ന് ഇടത്തോട്ട് ഒന്ന് വലത്ത്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ 2 ആവുന്നുള്ളൂ, ഈ സൈഡിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 3 ആവുന്നുണ്ട്. സോ ദിസ് ഈസ് ലോബാർ ആണ്, രണ്ടാമത്തെ ഡിവിഷൻ ലോബാർ ആണ്. മൂന്നാമത്തെ ഡിവിഷൻ നമ്മൾ സെഗ്മെന്റൽ എന്നാണ്. ഓക്കെ, സെഗ്മെന്റൽ ടെർഷ്യറി ഡിവിഷൻ. പിന്നെ അങ്ങനെ 10ാമത്തെ ഡിവിഷൻ, 10 വരെ ഡിവിഷനെ നമ്മൾ ബ്രോങ്കൈ എന്ന് തന്നെയാണ് വിളിക്കുക. സോ ഇത്രയും വരെയുള്ള ഡിവിഷൻ ബ്രോങ്കൈ ആണ്. 10 to 16 ഞാൻ ഇവിടെ വരച്ചിട്ടില്ല, 10 മുതൽ 16 വരെയുള്ളതിനെ നമ്മൾ വിളിക്കുക ബ്രോങ്കിയോൾസ് എന്ന്. ബ്രോങ്കിയോൾസ് എന്ന്. ദെൻ 16 കഴിഞ്ഞു 17 തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ടെർമിനൽ ബ്രോങ്ക്യൂൾസ് ആയി. ടെർമിനൽ ബ്രോങ്ക്യൂൾസ് ഓർ ഇവിടം തൊട്ട് പിന്നെ റെസ്പിറേറ്ററി സോൺ ആണ്, റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് എന്ന് നമുക്ക് വിളിക്കും. സോ 16 വരെ ഇറ്റ് ഈസ് നോട്ട് റെസ്പിറേഷൻ, അവിടെ ഓൺലി കണ്ടക്ടിങ് ഏരിയ മാത്രമാണ്. സോ ഇവിടം തൊട്ട് പിന്നെ ആൽവിയോളായി സ്റ്റാർട്ട് ചെയ്യണം. ആൽവിയോളായി സ്റ്റാർട്ട് ചെയ്യുന്നു, 17 മുതൽ ആൽവിയോളായി സ്റ്റാർട്ട് ചെയ്യുന്നു. 20 to 22 വരെ ആൽവിയോളാർ ഡക്ട് എന്നാണ് വിളിക്കുക. ആൻഡ് 23 ആണ് ആൽവിയോളൈ ആകുന്നത്. ആൻഡ് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ ആൽവിയോളാർ സാക്ക് എന്നാണ്. സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ട്രക്കിയ പറഞ്ഞു പകുതി കാർട്ടിലേജും പകുതി മസിലാണെന്ന് പറഞ്ഞു, ഇതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ഇങ്ങോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്തോറും സംഭവിക്കാന്ന് വെച്ചാൽ കാർട്ടിലേജിന്റെ എമൗണ്ട് കുറയുകയും സ്മൂത്ത് മസിലിന്റെ എമൗണ്ട് കൂടുകയും. സ്മൂത്ത് മസിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, സ്മൂത്ത് മസിലിന്റെ എമൗണ്ട് കൂടുകയും ചെയ്തു വരുന്നു. സോ ആൽവിയോളൈ ആകുമ്പോഴത്തേക്കും ദിസ് വിൽ ബി ഓൺലി സ്മൂത്ത് മസിൽ ആയിട്ട് ചുരും. ആൻഡ് ഇങ്ങനെ ആൽവിയോളൈ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ദ സർഫസ് ഏരിയ ഈസ് സം അറൌണ്ട് 70 to 75 മീറ്റർ സ്ക്വയർ വരെ സർഫസ് ഏരിയ നമുക്ക് കിട്ടും. സോ വിൽ ഗെറ്റ് ആൻ ഇനോർമസ് സർഫസ് ഏരിയ ഫോർ ദ ഗ്യാസ് എക്സ്ചേഞ്ചിന് ഒരുപാട് സർഫസ് ഏരിയ നമുക്ക് കിട്ടും. ഇനി ലങ്സിലേക്ക് 2 ബ്ലഡ് സപ്ലൈ ഉണ്ട്. ഒന്ന് ഹൃദയത്തിന്റെ, ഇപ്പൊ ഉദാഹരണം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടുന്ന പൾമോണറി ആർട്ടറി. പൾമോണറി ആർട്ടറി നേരെ പോകുന്നത് ലങ്സിലേക്കാണ് പോകുന്നത്. സോ പൾമോണറി ആർട്ടറി കണ്ടെയ്ൻ ഇംപ്യൂർ എന്നാണ് നമ്മൾ ലോക്കലായിട്ട് പറയാം, ഓർ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. സോ ഈ ബ്ലഡ് കൊണ്ടുപോകുന്ന എന്തിനാണ് ലങ്സിലേക്ക്? ഇത് പ്യൂരിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനല്ല, ഓക്സിജൻ നിറയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. പക്ഷെ ലങ്സിനും ഓക്സിജൻ വേണം അല്ലെ, ലങ്സിന് പ്രവർത്തിക്കാൻ ഓക്സിജൻ വേണമെങ്കിൽ സോ ലങ്സിന് അയോട്ടയിൽ നിന്നുള്ള സപ്ലൈ കൂടിയുണ്ട്. സോ ഇതിനെ നമ്മൾ വിളിക്കുക ബ്രോങ്കിയൽ ആർട്ടറീസ്. സോ ലങ്സ് ഹസ് ഗോട്ട് 2 ആർട്ടറി ഉണ്ട്. പൾമോണറി ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് ഉണ്ട്, അത് ഡീഓക്സിനേറ്റഡ് ആണ്. ദെൻ ബ്രോങ്കിയൽ ആർട്ടറി എന്ന് വരുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇനി തിരിച്ചു പോകുന്നത് പൾമോണറി വെയിൻ ആയിട്ടാണ്. പൾമോണറി വെയിൻ ആയിട്ടാണ് തിരിച്ചു പോവുക. അതിനിടയിൽ ബ്രോങ്കിയൽ വെയിൻ ഉണ്ട്. ബ്രോങ്കിയൽ വെയിൻ അവസാനം പൾമോണറി വെയിനിൽ ചേർന്നിട്ട് ദെൻ ഹൃദയത്തിന്റെ ലെഫ്റ്റ് ഏട്രിയയിലേക്ക് വന്നു ചേരും. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓക്സിജൻ നിറച്ച ബ്ലഡ് ആയിട്ടായിരിക്കും വന്നു ചേരും. ബ്രോങ്കിയൽ ട്രീ ഡിവൈഡ് ചെയ്ത് 23ാമത്തെ ഭാഗം ആകുമ്പോഴത്തേക്കും ആൽവിയോളൈ ആകും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇതാണ് ഒരു ആൽവിയോളൈ, ഇത് മൊത്തം ഒരു ആൽവിയോളാർ ഏരിയ. സോ ഇതിലെ എയർ ഇങ്ങനെ വരുന്നു. ഓക്കെ, ഈ ആൽവിയോളൈ കണ്ടെയ്ൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ. ആൽവിയോളൈയിൽ പലതരം സെൽസ് ഉണ്ട്. സോ ഈ പിങ്ക് കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് ടൈപ്പ് 1 ആൽവിയോളാർ. ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് എന്ന് പറയുന്നതാണ് ഈ സെൽ. സോ ഇത് ഇസ് ദ മോസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് 90% ഇതാണ് ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് ആണ്. ആൻഡ് ഇതാണ് റെസ്പിറേഷന് വേണ്ടി നമ്മളെ സഹായിക്കുക. തിന്നായിട്ടുള്ള സെൽസ് ആണ്. സോ ഇതൊരു സിമ്പിൾ സ്ക്വാമസ് സെല്ലാണ്, സിമ്പിൾ സ്ക്വാമസ് ടൈപ്പ് ഓഫ് സെൽ. സോ ഇതിനോട് ചേർന്ന് തന്നെ ഞാനിവിടെ ബ്ലഡ് വെസൽ വരച്ചിട്ടുണ്ട്. ബ്ലഡ് കാപ്പിലറി ഇതിനോട് ചേർന്നിട്ടാണ്. സോ ഇത് ആൽവിയോളാർ സെല്ലിന്റെ മെമ്പറൈൻ ആണെങ്കിൽ ഇത് ബ്ലഡ് കാപ്പിലറിയുടെ മെമ്പറൈൻ ആയിരിക്കും. ഇതിനിടയിൽ രണ്ടിന്റെയും കൂടിയുള്ള ലെയർ കാണും. ദെൻ കംസ് പിന്നെ ബ്ലഡ് വെസലിലെ RBC ഇങ്ങനെ കാണും. സോ ഇവിടെ നിന്ന് എയർ ഇങ്ങനെ കയറി ബ്ലഡിലേക്കാണ് പോകേണ്ടത്. ബ്ലഡ് മീൻസ് ഇൻ ടു ദ RBCയുടെ അകത്തേക്കാണ് കയറേണ്ടത്. സോ ഇവിടെയാണ് ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ റെസ്പിറേറ്ററി മെംബ്രെയിൻ. എയർ കടക്കാനായിട്ട്, എയർ മീൻസ് ഓക്സിജൻ കടന്നു പോകാനായിട്ടുള്ള റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഓക്സിജൻ ഇങ്ങോട്ട് കടക്കാൻ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചിങ്ങ് പോവുകയും വേണം. സോ ഇതാണ് ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ്. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെൽ. ഇനി രണ്ടാമത്തത് നീല കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് ആണ്. ടൈപ്പ് 2 ആൽവിയോളാർ ഓർ ദിസ് കോൾഡ് ആസ് ടൈപ്പ് 2 ആൽവിയോളാർ സെപ്റ്റൽ സെൽസ് എന്ന് വിളിക്കും. ആൻഡ് ഇവയുടെ ഫംഗ്ഷൻ ദിസ് ഈസ് ഫോർ സെക്രീഷൻ. ദിസ് ഈസ് സെക്രീറ്റിംഗ് വൺ. എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദിസ് സെക്രീറ്റ് സർഫാക്ടന്റ്. സർഫാക്ടന്റ് സെക്രീറ്റ് ചെയ്യുന്ന ജോലിയാണ് ഇവയ്ക്കുള്ളത്. ആൻഡ് മൂന്നാമത്തെ ഈ കളറിലെ ഈ സെൽ, മൂന്നാമത്തെ സെൽസ് ആർ ആൽവിയോളാർ മാക്രോഫേജസ്. ആൽവിയോളാർ മാക്രോഫേജസ് ആണ്. സോ മാക്രോഫേജസ് എന്ന് വെച്ചാൽ നമുക്കറിയാം WBC ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ്. അത് ആൽവിയോള എത്തുമ്പോൾ ആൽവിയോളാർ മാക്രോഫേജസ്. CNS നമ്മൾ പഠിച്ചത് മൈക്രോഗ്ലിയൽ സെൽസ് ആണ്. ലിവറിൽ ഇവരുടെ പേര് കഫർ സെൽസ് ആണ്. സെയിം സംഭവം ഒന്ന് തന്നെ. സെൽ ഡെബ്രീസ്, ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ അഴുക്ക്, ഫോറിൻ മെറ്റീരിയൽ എല്ലാം തിന്നാൻ വേണ്ടിയിട്ടുള്ള സെൽസ് ആണ്. സോ ഇങ്ങനെ 3 ടൈപ്പ് സെൽസ് ഉണ്ടായിരിക്കും ആൽവിയോളയിൽ. സോ ടൈപ്പ് 1 ആൽവിയോളാർ സെൽസും ഇതും കൂടി ചേർന്നിട്ടാണ് റെസ്പിറേറ്ററി
മെംബ്രെയിൻ ഫോം ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ബ്ലഡ് കാപ്പിലറീസും എല്ലാം കൂടി ചേർന്നിട്ടാണ് റെസ്പിറേറ്ററി മെംബ്രെയിൻ ഫോം ചെയ്യുക. സോ അതിനകത്ത് കൂടിയാണ് റെസ്പിറേഷൻ നടക്കുക. റെസ്പിറേറ്ററി മെംബ്രെയിനിൽ കൂടിയാണ് റെസ്പിറേഷൻ നടക്കുക. ആൻഡ് ടൈപ്പ് 2 സെൽസ് സർഫാക്ടന്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. സോ സർഫാക്ടന്റ് പ്രത്യേകത, ദി സർഫാക്ടന്റ് ഇവിടെയുള്ള സർഫസ് ടെൻഷൻ കുറയ്ക്കും. സോ റെഡ്യൂസസ് ദ സർഫസ് ടെൻഷൻ. സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ കംപ്ലയൻസ് ഓഫ് ലങ്സിന്റെ കംപ്ലയൻസിൽ. എന്താണ് കംപ്ലയൻസ് എന്ന് ഞാൻ പിന്നീട് പറയും. സോ അടുത്ത വീഡിയോയിലോ മറ്റോ ഞാൻ പറയും. കംപ്ലയൻസ് ഓഫ് ലങ്. സോ ഇതില്ലെങ്കിൽ ലങ്സിന്റെ ഈ ആൽവിയോള വിൽ കൊളാപ്സ് ചെയ്യും. ചില കുട്ടികൾക്ക് ഇപ്പോൾ ജനിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകും. ചിലപ്പോൾ നേരത്തെ ജനിക്കുന്ന കുട്ടികൾ, പ്രിമച്വർ ബേബീസിനൊക്കെ എന്താ സംഭവിക്കുക വെച്ചാൽ 34 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ജനിക്കുന്ന കുട്ടികളിൽ ഈ സർഫാക്ടന്റ് കാര്യമായിട്ട് ഉണ്ടാവണമെന്നില്ല. സോ അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകും. സോ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സർഫാക്ടന്റ് പുറത്തുനിന്ന് കൊടുക്കേണ്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സർഫാക്ടന്റ് അവൈലബിൾ ആണ്. സോ ഈ സർഫാക്ടന്റിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് പ്രധാനമായിട്ടും. ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ലിപ്പിഡ്സ് ഉണ്ട്. ദെൻ പ്രോട്ടീൻ ഗ്ലൈക്കാൻസ് ഉണ്ട്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോസ്ഫോലിപ്പിഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈപാൽമിറ്റോയിൽ ഫോസ്ഫാറ്റിഡയൽ കൊളീൻ എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട. ദെൻ ഫോസ്ഫാറ്റിഡയൽ ഗ്ലിസറോൾ ഈസ് അനദർ വൺ. സോ ഇങ്ങനെയൊക്കെയുള്ള സർഫാക്ടന്റ് മൂലമാണ് ഇത് ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ ഇത് കൊളാപ്സ് ചെയ്യാനുള്ള എവരി സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻ കംപ്ലയൻസ് ഓഫ് ലങ്. ഇതില്ലെങ്കിൽ അസുഖമാണ്. സോ വി ഹാവ് ടു ഗിവ് ദി സർഫാക്ടന്റ്. സോ ഇത്രയാണ് നമുക്ക് ബ്രോങ്കൈ, ലങ്സ് ആൻഡ് ദിസ് ആൽവിയോളയെ കുറിച്ചിട്ടൊക്കെ പറയാം. അപ്പൊ ഇനി നമുക്ക് ഫിസിയോളജി ഭാഗത്തേക്കാണ് കടക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫിസിയോളജി സ്റ്റാർട്ട്